ആഴക്കടൽ ധാതു ഖനനത്തിനെതിരെ സംയുക്ത പ്രമേയത്തിന് സർക്കാർ. ഖനനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചേക്കും. ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കും. അതേസമയം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യവസായ മന്ത്രി മറുപടി നൽകുകയും ചെയ്യും. നേരത്തെ റോഷിപാലിന്റെ ശബ്ദം ഒന്ന് തടസ്സപ്പെട്ടിരുന്നു. നമ്മുടെ മൈക്കൊക്കെ ഉണർന്നു. റോഷിപാൽ പതിവ് പോലെ ഉണർന്നു തന്നെ നിൽക്കുന്നു. നമുക്ക് റോഷിപാൽ ചേരുന്നുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ മൈക്കൊക്കെ ശരിയായി എന്ന് തോന്നുന്നു. ഇന്ന് നിയമസഭയിലെ കാര്യങ്ങളൊന്ന് ചുരുക്കി സാധ്യതകളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞാൽ നന്നായിരിക്കും. ഇന്നത്തെ ദിവസം അത്ര ശരിയല്ല. റോഷിയുടെ മൈക്ക് ശരിയായപ്പോൾ ഫോൺ കോൾ കട്ടായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം. പക്ഷെ അത് ശരിയാവും. റോഷി കേൾക്കുന്നുണ്ടോ? റോഷി കേൾക്കുന്നുണ്ടോ? അരുൺകുമാർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അരുൺകുമാർ കേൾക്കുന്നുണ്ട്. രാവിലെ എന്താ അറിയില്ല, എന്തോ ചെറിയൊരു സാങ്കേതിക തടസ്സമാണല്ലോ സ്വാഭാവികം. നിയമസഭാ സമ്മേളനത്തിൽ അതെ സാങ്കേതിക ഞാൻ ആലോചിക്കായിരുന്നു റോഷി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇടക്കാലത്ത് മുഖ്യമന്ത്രി ഈ മൈക്കൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നല്ലോ. പക്ഷെ അടുത്തിടെയായിട്ട് മുഖ്യമന്ത്രി അങ്ങനെ അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ റോഷിയുടെ ഇത് കണ്ട സമയത്ത് പെട്ടെന്ന് നമ്മൾ പാനിക് ആവും. ലൈവിൽ നിൽക്കുകയാണല്ലോ. ഇതില്ലെങ്കിൽ ഇതൊക്കെ കൂടാ, ഇതൊക്കെ സാങ്കേതിക തടസ്സം എപ്പോൾ ഉണ്ടെങ്കിൽ വരാവുന്നതല്ലേ അല്ലേ? അതിന് മൈക്കിന്റെ മണ്ടയ്ക്കിട്ട് കയറിയിട്ട് കാര്യമുള്ളൂ. പറഞ്ഞോട്ടെ. ഒരിക്കലുമില്ല, എപ്പോഴും സംഭവിക്കാം. മുഖ്യമന്ത്രി അവസാനമൊക്കെ പിന്നീട് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി തുടങ്ങി. മുഖ്യമന്ത്രി ഇപ്പോൾ അത് ഒരു സാധാരണ രീതിയിൽ അത് എടുക്കാറുള്ളത്. ഏതായാലും ഇന്ന് നിയമസഭാ സമ്മേളനം ഇടവേളയിലേക്ക് അടക്കം. ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ ഇനി തിങ്കളാഴ്ച മാത്രമാണ് സഭാ സമ്മേളനം ഉണ്ടാവുക. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചതാണ്. ഈ ധാതു മണൽ ഖനനം ഉപേക്ഷിക്കണമെന്ന ആവശ്യം. അതിന് കാരണവും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, ഈ പ്രത്യാഘാതം പോലും പഠിക്കാതെയാണ് ഖനനത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാണ്. പക്ഷേ ഇതൊന്നും ഉപേക്ഷിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു ഭാഗത്ത് സമരം നടന്നു. LDF-ഉം UDF-ഉം എല്ലാവരും സമരത്തിലാണ്. നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞതാണ്, റിപ്പോർട്ടിനോട് തന്നെ പറഞ്ഞതാണ്, പ്രമേയം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് മുഖ്യമന്ത്രി തന്നെയാണ് ആഴക്കടൽ ഖനനത്തിനെതിരെയുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷം ഈ പ്രമേയത്തെ പിന്തുണയ്ക്കും. കാരണം പ്രതിപക്ഷം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനൊപ്പമുണ്ട്. പക്ഷേ സംയുക്തമായുള്ള സമരത്തിന് തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം അത് 23-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പഠിക്കാനുള്ള സമരം. ആ വിഷയം നിയമസഭയ്ക്കകത്ത് ഇന്നും ഉയർത്തും പ്രതിപക്ഷം. അത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സമരം ഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ആശാവർക്കർമാർ. അതിനൊപ്പം ഇപ്പോൾ ഈ ചെറുകിട സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ്. അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം നടക്കുന്നു. പ്രതിപക്ഷം ചെറുകിട സംരംഭങ്ങൾ ഇല്ല, അടച്ചുപൂട്ടുകയാണ് സംരംഭങ്ങൾ എന്ന് ആരോപിക്കുമ്പോൾ സർക്കാർ വിശദീകരിക്കുന്ന സംരംഭങ്ങൾ പുതുതായി തുടങ്ങുന്നു. വലിയ മുന്നേറ്റമുണ്ട്. ശശി തരൂർ തന്നെ എഴുതിയ ലേഖനം അത് LDF വലിയ ആയുധമാക്കി പ്രചരിപ്പിക്കുന്നുമുണ്ട് പ്രതിപക്ഷത്തിനെതിരെ. പ്രതിപക്ഷമാണെങ്കിൽ ഇതിൽ തെറ്റാണ്, അത് പെട്ടിക്കടയുടെ കണക്കുകളൊക്കെയാണ് വ്യവസായ മന്ത്രി പറയുന്നതാണ്. പക്ഷേ അതിൽ ഇന്നലെയും മന്ത്രി വിശദീകരിച്ചു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തര വേളയിൽ മന്ത്രി മറുപടി പറയുന്നുണ്ട്. ഒട്ടനവധി ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് നിയമസഭയ്ക്കകത്ത് ഉയർന്നുമുണ്ട്. അരുൺകുമാർ. ഓക്കെ റോഷി, ഇന്നും നിയമസഭ പതിവ് പോലെ വളരെ ആക്റ്റീവ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. നമുക്ക് എന്തായാലും നിയമസഭ തുടങ്ങാൻ പോകുന്നത് ഇനി ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പോൾ നിയമസഭയിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാം. റോഷിപാലാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് നിയമസഭയിലെ സാധ്യതകൾ വിവരിക്കുകയായിരുന്നു റോഷിപാൽ. ആഴക്കടൽ അടക്കമുള്ള വിഷയങ്ങൾ, ആശാവർക്കർമാരുടെ വിഷയം, ഇതൊക്കെ നിയമസഭയിൽ വലിയ ചർച്ചയായിട്ട് മാറും. വ്യവസായ സൗഹൃദമായോ കേരളം എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേരളം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ശശി തരൂർ ഉയർത്തിയ വിവാദം വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന മട്ടിലാണ് സർക്കാർ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നലെയും ശശി തരൂരിൻ്റെ ബൈറ്റ് വന്നിരുന്നു. താൻ കേരളത്തിൻ്റെ വികസന സൗഹൃദമാക്കണം എന്ന നിലപാടിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു. സിംഗപ്പൂരിലും അമേരിക്കയിലും 3 മിനിറ്റ് കൊണ്ട് തുടങ്ങുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ വരുമ്പോൾ 114 ദിവസങ്ങൾ എടുക്കുകയും കേരളത്തിൽ 126 ദിവസങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വെറും 2 മിനിറ്റ് കൊണ്ടൊരു വ്യവസായം തുടങ്ങാം എന്ന നിലയിലേക്ക് വരുന്നത് ഗുണകരമാണ് എന്നാണ് തരൂർ പറഞ്ഞത്. തരൂർ ആ അർത്ഥത്തിലാണ് അതിനെ സമീപിച്ചത്.